ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലില്ല, പുറത്താണെങ്കിൽ നമ്മളങ്ങ് നോക്കും, ഊണ് കാലായ നല്ല വിശപ്പുണ്ടല്ലോ, എവിടുന്ന് കഴിക്കാന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല കുടുംബശ്രീ ഹോട്ടൽ കണ്ട നമ്മൾ എന്തായാലും അവിടെ കയറും. അല്ലെങ്കിൽ നല്ല അമ്മമാർ നടത്തുന്ന വീട്ടിലെ ഊണാണെങ്കിൽ നമ്മൾ അവിടെ കയറും. അതാണ് മലയാളികളുടെ ഒരു പ്രകൃതം. അങ്ങനെ നമ്മളൊരു ഹോട്ടലെത്തിയിരിക്കുകയാണ്, ഒരു കുടുംബശ്രീ സംരംഭം. കഴിഞ്ഞ 5-6 മാസം മുമ്പ് തുടങ്ങിയ കടയാണ്. അവർ 4 പേർ ചേർന്ന് നടത്തുന്ന, 4 അമ്മമാർ നടത്തുന്ന ഒരു കുഞ്ഞു കട. നല്ല ഉച്ചയൂണ്, നല്ല ഫിഷ് ഫ്രൈ. ഇവിടുത്തെ കാറ്റിനെ മൊത്തം മത്തി പൊരിച്ചതിൻ്റെ മണം. ആഹാ, വിട്ടേക്കാ വാ. പേരെന്തായിരുന്നു? ഞാൻ പേര് വിട്ടുപോയി. എന്റെ പേര് പെൺകുഞ്ഞെന്ന്. പെൺകുഞ്ഞ്. എങ്ങനെ നമ്മളിങ്ങനെ എത്തിപ്പെട്ടു ഇങ്ങനെ ഒരു സംരംഭം? ഞങ്ങള് കുടുംബശ്രീയിലുള്ളവരാണ്. അപ്പൊ ഇങ്ങനെ കുടുംബശ്രീയില് മീറ്റിങ്ങിന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബശ്രീയുടെ കാറ്ററിംഗ് യൂണിറ്റിന്റെ ഉണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞങ്ങള് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ആ മീറ്റിങ്ങിന് വിളിച്ചു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് കുടുംബശ്രീയുടെ ഒരു ലോണുണ്ട്. അപ്പോൾ ലോണ് സബ്സിഡി ഉള്ള ലോണാണ്. അപ്പോൾ 4 പേര് വേണം സംരംഭത്തിന്, ബാങ്കുകാർ പറഞ്ഞു. അങ്ങനെ യൂണിയൻ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് 4 പേര് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയത്. കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ചെയ്യും അല്ലെങ്കിൽ ആരും എന്തോ വിളിച്ചാലും ബിരിയാണി വേണേലും ഊണ് വേണേലും എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കെന്തോ പണി, നമുക്ക് ഇതാണ് പണി. ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഊണ് മാത്രം, ഊണ് പിന്നെ ഞായറാഴ്ച മാത്രം ബിരിയാണി ആക്കിയാണ്. എല്ലാവർക്കും ഊണ് മതി. വരുമ്പോഴും ഊണ് ചൂട, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ചൂടയാണ്. ചൂട വറുത്തതുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങള് രാവിലെ ഞാൻ ഒരു 6:30 ആകുമ്പോഴത്തേനും വന്ന് 11 മണിയാകുമ്പോഴത്തേനല്ലോ 3 മണി വരെ തിരക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു 1:30-ക്ക് ശേഷമാണ് കസ്റ്റമർ കൂടുതലുള്ളത്. ഇനി വല്ല പ്ലാൻ വല്ലതും ഉണ്ടോ? ഒരു ഞങ്ങളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാര് വീട്ടുകളിലുണ്ട്, അവർക്ക് ജോലി കൊടുക്കാം എന്നൊരാഗ്രഹം. 4 കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും വിശന്നിട്ട് വന്നാല് നമ്മളവർക്ക്, ഞങ്ങളതിൽ ക്യാഷ് നോക്കാറില്ല, നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കോരയ്ക്ക് എന്താ പറയാ? നമ്മളിവിടെ ചുമന്ന കോരയാണ്. ചിലപ്പോ ചെങ്കലവ എന്ന് പറയും. ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് ചെങ്കലവ. പിന്നെ മത്തി. മത്തി എല്ലാവർക്കും ആവശ്യക്കാരെല്ലാവർക്കും ഇഷ്ടമാണ്. ദിവസവും ചോദിക്കും മത്തി ഉണ്ടോ. പിന്നെ ഇവിടെ പൊടിമീൻ, ഈ ഇത് നത്തോലി. ഞങ്ങളിവിടെ ചൂടാന്ന് പറയും. ചൂടാ. നാല് കൂട്ട സൈഡ് ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, പിന്നെ 2 നാരങ്ങച്ചാറ്, പപ്പടം വരും, പിന്നെ 3 കൂട്ടം ഒഴിച്ചുകറി. ഇങ്ങനെ ഈ ചോറിനാണ് 70 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മുളകിട്ട മീൻകറി ഉണ്ട്, മത്തി ഉണ്ട്, മത്തി പൊരിച്ചതും കുറച്ച് സാമ്പാറും പപ്പടവും. എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചി സമയത്ത് അവിടെ ഇങ്ങനെ ചൂട് കൊടുക്കാറൊന്ന് പൊരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇത് നത്തല്, നമ്മുടെ നത്തോലി എന്ന ഐറ്റം. പിന്നെ കക്ക, അതുപോലെ തന്നെ കേര പൊരിച്ചതും അയില പൊരിച്ചതും, ഒരു 5-6 തരം മീൻ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഞാൻ കണ്ടതെന്താ വെച്ചാൽ, ഇവിടെ പാർസൽ വാങ്ങാൻ സ്ഥിരമായിട്ട് കുറേ പേര് വരുന്നുണ്ട്, അതിൻ്റെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ കഴിയുമ്പം അവരാണ് സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. ചേട്ടൻ കഴിക്കാൻ വന്നല്ലേ നേരത്തെ അല്ലേ? ചേട്ടൻ സ്ഥിരം കസ്റ്റമറാണ്. ചേട്ടൻ കഴിക്കാൻ വന്ന് ചേട്ടൻ വന്നിട്ട് സെർവ് ചെയ്യാൻ. അതായത് ഒരു നാടിൻ്റെ ഒരുമ. ഗംഭീര പുളിശ്ശേരി, നൈസ്. ഇപ്പോൾ കൃത്യ സ്ഥലം പറയുകയാണെങ്കിൽ കായംകുളം വന്നു കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. കുറ്റിത്തെരുവാണ് സുമംഗലി. മെല്ലെ കഴിച്ചിട്ട് ഞാൻ മെല്ലെ അങ്ങ് വിട്ടേക്കും. അപ്പം വീണ്ടും പാക്കരാം. പോട്ടെ, ബൈ.